ആരും ശ്രദ്ധിക്കാതെ പോയിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാമ്പ് എന്ന് പറയുന്ന സ്നേക്ക് എന്ന് പറയുന്ന വില്ലനെ കാണിക്കുന്ന സമയത്ത് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഷോട്ടിനകത്ത് അയാൾ ഇരിക്കുന്ന ഒരു ഫസ്റ്റ് ഷോട്ടിനകത്ത് അയാൾ ഇരിക്കുന്ന രംഗാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഇരിക്കുന്നതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഹെൽമെറ്റ് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അയാൾ ആ ഹെൽമെറ്റ് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് എടുത്തു മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നൊരു കാര്യം അറിയില്ല. തുടരുമെന്ന് പറയുന്ന സിനിമ കണ്ടവരായിരിക്കും നിങ്ങൾ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സിനിമ കാണാം. കണ്ടതിന് ശേഷം അല്ലെങ്കിൽ കാണുന്നതിന് മുന്നോ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നേക്കുന്ന കറക്റ്റ് സ്ഥലത്താണ്. നിങ്ങൾക്ക് ഒരുപാട് ഹിഡൻ ഡീറ്റെയിലുകൾ റിവീൽ ചെയ്ത് കിട്ടുന്ന തരത്തിൽ തരുൺ മൂർത്തി പറഞ്ഞേക്കുന്ന പോലെ പല ഡിസ്കഷൻസിലൂടെയും വരുന്ന പലതരം ഹിഡൻ ഡീറ്റെയിലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും കാണുന്ന സമയത്ത് മനസ്സിലാക്കാറില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്നാൽ മനസ്സിലാക്കേണ്ട ചില ഡയറക്ടർ ബ്രില്യൻസ് കൂടി ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പല ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എന്ത് പറയാൻ പോകുന്ന ഒരു ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ഈ സിനിമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഹിഡൻ ഡീറ്റെയിൽ ആണെന്നൊരു കാര്യം ഈ സിനിമയുടെ അവസാന ഭാഗത്ത് കൃത്യമായിട്ട് റിവീൽ ചെയ്യുന്നുമുണ്ട്. തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. തുടരും സിനിമ കണ്ടേക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, ഇയാൾ എങ്ങനെയായിരിക്കും ഒരു കഥ എഴുതിയിട്ടുണ്ടാവുന്ന ഒരു കാര്യം. കാരണം നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നല്ലൊരു കഥ കിട്ടണം, നല്ലൊരു റെഫറൻസ് കിട്ടണം, അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിലാണ് നമുക്ക് ഒരു കഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ശരിക്കും ഈ കഥ ഉണ്ടാക്കുന്നതിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും ഈ ഡയറക്ടർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പറൂർ വഴി ഇയാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാൾ കണ്ടൊരു കാഴ്ചയുടെ പുറത്താണ്. അതായത് ഒരാള് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ അയാളുടെ കാറിന് മുന്നിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഇയാൾക്ക് ഈ ഒരു കഥയുടെ ഒരു സ്പാർക്ക് കിട്ടിയെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ സിനിമയിൽ നോക്കി കഴിഞ്ഞാലും ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ അവസ്ഥ എന്താണ്? ശരിക്കും ലാലേട്ടന്റെ കഥാപാത്രം എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? വളരെ സിമ്പിൾ ആണ്. ഇയാളുടെ കാറിന് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് ആ ഒരു കാർ എത്തിയത് കൊണ്ട് തന്നെയാണ് ആ തെളിവ് നശിപ്പിക്കാനായിട്ട് ഈ ഒരു കാറിനായി അവർ ഉപയോഗിച്ചതും. പിന്നീട് ഈ സിനിമയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ഈ കാറിനെ തന്നെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നുള്ളൊരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂലേ. ശരിക്കും ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ കാർഡ് എവിടെയാണെന്നൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലും അല്ല അവസാനത്തിലും അല്ല. സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത് ഇന്റർവെൽ വരുന്ന ഭാഗത്താണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളൊരു പോയിന്റിൽ ഈ സിനിമയുടെ നെക്സ്റ്റ് ഒരു സെക്ഷനിലോട്ട് കയറുന്ന സമയത്ത് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി വേറെ ലെവലിലോട്ട് കയറുന്ന സമയത്താണ് തുടരും എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂലേ. സിനിമ തുടങ്ങുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. പക്ഷേ സിമ്പിൾ എന്ന് പറയുന്ന സമയത്തും ഒരു മണ്ണിടിച്ചിൽ കാണിച്ചുകൊണ്ടും ഉരുൾപൊട്ടലൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ വരുന്ന ലാലേട്ടന്റെ കഥാപാത്രത്തിന് ഒറ്റയാനായിട്ടാണ് റെഫർ ചെയ്തേക്കുന്ന ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതായത് ഒരാര എന്ന് പറയുന്നത് കൂട്ടമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫാമിലിയുടെ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഒറ്റയാന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേര് എഴുതി കാണിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാന ഒറ്റയ്ക്ക് നടന്നു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് 4 ആനകൾ ഒരുമിച്ച് കാണിക്കുന്ന സമയത്ത് അവർ വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു രംഗമാണെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയിൽ വരുന്ന മോഹൻലാൽ, ശോഭന ആൻഡ് ആ 2 കുട്ടികളെ റെഫർ ചെയ്യുന്നുള്ള രീതിക്ക് തന്നെയാണ് ആ 4 ആനകളെ അവിടെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ഇതിന്റെ ഇടയിൽ ഒരു ഹിഡൻ ഫാക്ട് കൂടി ഞാൻ പറയാണ്. ആക്ച്വലി ആ കാണിച്ചിരിക്കുന്ന 4 ആനകൾ എന്ന് പറയുന്നത് റിയൽ ആനകളാണ്. ഒരു ഫോട്ടോഗ്രാഫർ പകർത്തേക്കുന്ന ഒരു ഫോട്ടോയിൽ നിന്ന് എടുത്തേക്കുന്ന റെഫറൻസ് ആണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നൊരു ഫാക്ട് കൂടി ഞാൻ പറയാണ്. സിനിമയുടെ തുടക്കത്തിൽ ലാലേട്ടന്റെ കഥാപാത്രത്തിൽ കാണിക്കുന്നത് ഒരു കാറിലൂടെയാണ്. കാറിന്റെ അംബാസിഡർ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഭാഗം കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ ഈ സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ സിനിമ അവസാനിക്കുന്നതും ഒരു കാറിലാണെന്നുള്ളൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റൂലേ. ഇവിടെ ലാലേട്ടന്റെ കഥാപാത്രം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അല്ലെങ്കിൽ ഈ സിനിമയുടെ അവസാനം എന്ന് പറയുന്നതും കാറിലാണെന്നുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോയിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാമ്പ് എന്ന് പറയുന്ന സ്നേക്ക് എന്ന് പറയുന്ന വില്ലനെ കാണിക്കുന്ന സമയത്ത് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഷോട്ടിനകത്ത് അയാൾ ഇരിക്കുന്ന ഒരു ഫസ്റ്റ് ഷോട്ടിനകത്ത് അയാൾ ഇരിക്കുന്ന രംഗാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഇരിക്കുന്നതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഹെൽമെറ്റ് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അയാൾ ആ ഹെൽമെറ്റ് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് എടുത്തു മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നുള്ളൊരു കാര്യം അറിയില്ല. ലാലേട്ടന്റെ മകനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന ഹെൽമെറ്റ് തന്നെയാണ് ആ ടേബിളിനകത്ത് ഇരിക്കുന്നത്. അതായത് ആ ഹെൽമെറ്റിന് പോലും ഒരു ബ്രില്യൻസ് ഉണ്ട്, ഒരു ടെക്നിക്കൽ ആൻഡ് ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം. ഹലോ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ അയാളുടെ മുഖമല്ലാതെ വേറെ ആരും ഓർമ്മ വരുന്നില്ല അല്ലേ? മറ്റാരുമല്ല, പ്രകാശ് വർമ്മയാണ്. എനിക്ക് ഇയാളെ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടെന്നുള്ളൊരു കാര്യം അന്ന് തന്നെ തോന്നിയിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് മൂപ്പര് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പുള്ളിയല്ല, വേറെ ലെവല് നമ്മളിന്ന് കാണുന്ന
ഏറ്റവും വലിയ പരസ്യങ്ങൾ ഡയറി മിൽക്ക് പോലെയുള്ളതിന്റെയും അതുപോലെ തന്നെ മറ്റേ ഓഡോ എന്ന് പറയുന്ന അതിന്റെയൊക്കെ പരസ്യം വന്നേക്കുന്നതിന്റെ പിന്നിലുള്ളൊരു ബ്രെയിൻ ആണ് ഇയാൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന ബെന്നി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെന്നിനെ ആക്ച്വലി ഇവർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഒരു വൂൾഫ് ആയിട്ടാണ്. വൂൾഫ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ സ്വഭാവം അറിയാലോ, അത് പിന്നിൽ നിന്ന് മുന്നിൽ നിന്നൊക്കെ കടിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്ന ഒരു തരം ജീവിയാണ്, അല്ലെങ്കിൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ജീവി എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. അയാളുടെ മുഖം വളരെയധികം ദേഷ്യഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു മുഖം. അയാൾ നടന്നു വരുന്ന സമയത്ത് അവിടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഒരു പുഴുവിനെ അല്ലെങ്കിൽ ഒരു ലീച്ച് അട്ടേനെ ചവിട്ടി ഇങ്ങനെ ഞെരിക്കുന്ന ഒരു ഷോട്ടൊക്കെ കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൂൾഫിന്റെ അതേ സ്വഭാവം തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. പാമ്പ് പത്തി വിടർത്തുന്ന സമയത്താണ് അത് ഏറ്റവും വലിയ അപകടകാരി എന്നുള്ളൊരു കാര്യം പറയില്ലേ, പക്ഷെ വൂൾഫ് അങ്ങനെയല്ല. വൂൾഫ് എപ്പോഴും അപകടകാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബെന്നിക്ക് വൂൾഫിന്റെ റെഫറൻസ് കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ലാലേട്ടന്റെ കഥാപാത്രത്തെ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അദ്ദേഹം സിനിമയിലൊക്കെ വർക്ക് ചെയ്തേക്കുന്ന 10-60ഓളം സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്ന ട്യൂപ്പായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഒരു കിൻഡലിടി എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കിൻഡലിടി എന്ന് പറയുന്ന സമയത്ത് ഇയാൾക്ക് നല്ല രീതിക്ക് ഇടിക്കാനും അറിയാം എന്നുള്ളൊരു കാര്യമൊക്കെ വളരെ തുടക്കത്തിൽ തന്നെ സിനിമയുടെ റെഫറൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഷൺമുഖൻ വേറെ ലെവലാന്നുള്ളൊരു കാര്യം കാണിക്കാനായിട്ട് റെഫറൻസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ലാലേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ സിനിമയിൽ ആക്ച്വലി ലാലേട്ടന്റെ ഷൺമുഖം എന്ന് പറയുന്ന കഥാപാത്രം ആക്ച്വലി ഒരു കാർ ഡ്രൈവറായിട്ടായിരുന്നു ഇവർ ആദ്യമേ തന്നെ ചിത്രീകരിച്ചിരുന്നത്. അതായത് പണ്ടത്തെ സിനിമകളിൽ ജോലി ചെയ്തിരുന്ന ഒരു കാർ ഡ്രൈവറായിട്ടായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ലാലേട്ടന്റെ സജഷൻ അനുസരിച്ചായിരുന്നു ഇയാളെ പഴയ സിനിമകളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് മാറ്റാം എന്നുള്ളൊരു കാര്യത്തിലോട്ട് ഡയറക്ടറും ഈ ടീമും എത്തിച്ചേർന്നുള്ളൊരു കാര്യം കൂടി ഒരു ഫാക്ട് ആയിട്ട് ഞാൻ പറയാണ്. ഷൺമുഖം എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമുക്ക് ഈ സിനിമയിൽ അറിയാവുന്ന പോലെ തന്നെ ഇയാളുടെ കയ്യിലായിട്ട് ഒരു ടാറ്റു നമുക്ക് കാണാൻ സാധിക്കും. ഇയാൾ ഒരു വലിയ അയ്യപ്പ ഭക്തരാന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കാണിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അറിയില്ല. ജോസാറിന്റെ കഥാപാത്രം തുടക്കത്തിലൊക്കെ വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചു പോയിക്കണമെന്നുണ്ടെങ്കിൽ ഈ അരുവി ഒന്ന് ഇങ്ങോട്ടേക്ക് കടക്കുന്ന സമയത്ത്, അരുവിയുടെ ഇപ്പുറത്തോട്ട് കിടക്കുന്ന സമയത്ത് ഇയാളുടെ തനിനിറ ഇയാളെ പുറത്തേക്ക് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പാലം കടക്കുന്നത് വരെ ഒരു സ്വഭാവം, പാലം കടന്നു കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം. നമ്മൾ ചുരുളിയിലൊക്കെ കണ്ടേക്കുന്ന പോലത്തെ അതേ സംഭവം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മറ്റൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. ആ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ആ ഒരു അരുവി കടന്നതിന് ശേഷം ജോസാറിന്റെ സ്വഭാവം ആകെ മൊത്തം അങ്ങ് മാറുന്നുണ്ട്. സത്യത്തില് ബിനു പമ്പിന്റെ കഥാപാത്രം, അതായത് ബെന്നി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന സമയത്ത് രാവിലെ, അതായത് ലാലേട്ടന്റെ കഥാപാത്രം ഈ കാറ് പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിയുന്ന സമയത്ത് സത്യത്തില് അവിടെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അവിടെ ആ കാർ ഒരു യൂഷ്വൽ കേസിന്റെ പുറത്ത് അവിടെ കൊണ്ടു ഇട്ടു എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. പക്ഷെ അന്നേ രാത്രി, ആ ദിവസം രാത്രിയാണ് ആ കൊലപാതകം നടന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് സിനിമയുടെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ആ കൊലപാതകം നടന്നതിന് ശേഷമാണ് ആ കാറിനെ അവർ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാമെന്നുള്ള രീതിക്കുള്ള പ്ലാൻ ഇടുന്നത്. ഈ കാര്യം സത്യത്തിൽ ആ ഒരു ഇൻസ്പെക്ടർക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടില്ല. അതായത് ജോസാറിന്റെ കഥാപാത്രത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ആ കാർ തിരിച്ചു വയ്ക്കുന്ന സമയത്ത് അയാൾ ആ കാർ കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇവർ തമ്മിൽ, ബെന്നിയും അതുപോലെ തന്നെ ജോസാറും തമ്മിൽ സംസാരിക്കുന്ന പോയിന്റിലാണ് ജോസാർ മനസ്സിലാക്കുന്നത്, ഓക്കെ, ഈ കാറിന്റെ ഉള്ളിലാണ് അയാൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ തെളിവ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി തന്നെയാണ് അയാളുടെ പ്ലേറ്റ് മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അയാൾക്ക് ഒരു ഫംഗ്ഷന് പോകാനായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് മോഹൻലാലിന്റെ കഥാപാത്രത്തിന് അതിവിദഗ്ധമായിട്ട്, ഷൺമുഖത്തിന് അതിവിദഗ്ധമായിട്ട് ആ ഒരു പാർട്ടിക്ക് കൊണ്ടുപോയിക്കൊണ്ട് ആ ഒരു ബോഡി മറവ് ചെയ്യാനായിട്ടുള്ള പ്ലാനുമായിട്ട് അയാൾ മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ സിനിമയുടെ ഡയലോഗ്സിന് പോലും ഒരുപാട് ബ്രില്യൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടറിനെ ഓൾറെഡി റിവീൽ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിന്റെ കാർ നശിച്ച് മുടിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഇവിടെ ഈ വരുന്ന സ്ത്രീ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരു ശാപം പോലെ നിന്റെ ഈ കാർ നശിഞ്ഞ് മുടിഞ്ഞു പോകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ശരിക്കും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കാർ മുടിഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഈ കാറിനെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിക്ക് ഒരു ശവക്കല്ലറയായിട്ട് മാറാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വേറൊരു ഡയലോഗ് കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് ജീവിതത്തിൽ ഈ കാർ തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇയാൾ വളരെ സട്ടിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആ ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇതും ആക്ച്വലി സിനിമയിൽ സംഭവിച്ചെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. ആ കാർ പിന്നീട് അയാൾക്ക് തിരിച്ചു കിട്ടിയില്ല എന്നുള്ളതിനാണ് സത്യം. കിട്ടിയാൽ പോലും അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായി മാറിപ്പോയി എന്നുള്ളതിനാണ് സത്യം. ഇവിടെ ലാലേട്ടൻ അയാളുടെ മകനോട് ഡിക്കി പോയി കയറാന്നുള്ളൊരു കാര്യം ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് ഇപ്പൊ മിക്ക ആൾക്കാർക്ക് അത് ഓർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ശരിക്കും ഈ ഒരു കഥാപാത്രം, അതായത് ലാലേട്ടന്റെ മകന്റെ കഥാപാത്രത്തിനോട് ഡിക്കിൽ പോയി കയറാന്നുള്ളൊരു കാര്യം വളരെ ദേഷ്യത്തോടുകൂടി പറഞ്ഞേക്കുന്ന സമയത്തും ഈ സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഡയലോഗ് പോലെ തന്നെ ആക്ച്വലി സംഭവിച്ചെന്നുള്ളതിനാണ് സത്യം. അവന്റെ ബോഡി പിന്നീട് ആ ഒരു ഡിക്കിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. ഡിക്കിയിൽ നിന്ന് തന്നെയാണ് അവന്റെ ആ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയത് എന്നുള്ളൊരു കാര്യം കൂടി ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ലേ. പല ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആക്ച്വലി സിനിമ കണ്ടു വന്നിരിക്കുന്ന സമയത്ത് തന്നെ കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കമന്റ്സിൽ വന്നിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ മകന കഥാപാത്രത്തെ കൊന്ന് അതിനുശേഷം ആ തെളിവൊക്കെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന സമയത്ത് ആ പേഴ്സ് എങ്ങനെയാണ് ആ കാരണത്ത് വന്നതെന്നുള്ളൊരു കാര്യം വളരെ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മകന്റെ കഥാപാത്രത്തിന്റെ ഡ്രസ്സ് എല്ലാം അഴിച്ചതിന് ശേഷം ഈ തെളിവുകളെല്ലാം കൂടി ഇവനെ അടക്കം ഒരു ചാക്കിനകത്ത് ആക്കിയതിനു ശേഷമാണ് ഈ കാറിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കാല് മാത്രമാണ് ലാലേട്ടന്റെ കഥാപാത്രം പുറത്തേക്ക് കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു മകനെ ബെന്നി എന്ന് പറയുന്ന കഥാപാത്രം ചാക്കിലോട്ട് കയറ്റുന്ന ഈ രംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് കാലിന്റെ ഭാഗമാണ് ഈ ഒരു ചാക്കിന്റെ ഉള്ളിലോട്ട് ആദ്യം തന്നെ കയറ്റിയേക്കുന്നത്.
സോ കാലിന്റെ ഭാഗം പുറത്തേക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാക്കിന് ഒരു പക്ഷെ ഒരു ഓട്ട ഉണ്ടായിട്ടുണ്ടാവാം, അതായത് ഒരു ഹോൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ കാല് വന്നേക്കുന്ന അതേ ഹോളിലൂടെ തന്നെയായിരിക്കും ഒരു പക്ഷെ ആ ഒരു പേഴ്സ് കാറിന്റെ ഡിക്കിയിലോട്ട് ചെന്ന് വീണിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി ഒരു അസംഷൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. തെളിവ് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഒരു തെളിവ്, ദൈവത്തിന്റെ ഒരു തെളിവ് എന്നുള്ള രീതിക്ക് അത് ബാക്കിയായ ഒരു കാരണത്തിൽ തന്നെ വന്ന് കിടന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ആ റെഫറൻസ് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് ശരിക്കും തുടരും എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാർഡ് വളരെ വ്യക്തമായിട്ട് എഴുതി കാണിച്ചിരിക്കുന്നത്. പക്ഷേ തുടരും എന്ന് പറയുന്ന ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന സമയത്തും അവിടെ ഒരു ബ്ലഡിന്റെ ഷെയ്ഡ് എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം സിനിമ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഫീൽ ഗുഡ് പടമല്ല, ഇതൊരു ബ്ലഡിഷ് ആയിട്ടുള്ള ഒരു പടമാണെന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ ഒരു ചോരയുടെ കഥ പറയാനായിട്ടുള്ള സിനിമയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് സിനിമയുടെ തുടരും എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബെന്നി എന്ന് പറയുന്ന കഥാപാത്രം ഈ തെളിവുകളെല്ലാം നശിപ്പിക്കുന്ന സമയത്ത്, നമ്മൾ ഈ സിനിമയുടെ തുടക്കഭാഗത്ത് ഞാൻ പറഞ്ഞു, ബെന്നിയുടെ കഥാപാത്രത്തിനെ കാണിക്കുന്ന സമയത്ത് അയാൾ വളരെ വില്ലനായിട്ടുള്ള ഒരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് സിനിമയുടെ അവസാന ഭാഗത്ത് ബെന്നി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമില്ല. ബെന്നിനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊല്ലാനായിട്ട് ഒരുവിധ പ്രതികാര മോഹമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ പറയുന്ന പോലെ കാട്ടിലെ രാജാവ് ഒരാളെ കൊന്നു, ആ കാട് മൊത്തം അവന്റെ കൂടെ നിന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇയാൾ അവന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. രാത്രിയായ സമയത്ത് ആ ഇൻസ്പെക്ടർ വന്നു, അവിടെ കൊലപാതകം നടന്നതിന് ശേഷം ഈ ഒരു തെളിവ് നശിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചേക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ എന്തോ ഒരു സംഭവം അയാൾ ആ ഒരു ബൈക്കുമ്പോൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും തുടക്കത്തിൽ നമുക്ക് എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലെങ്കിലും സിനിമയുടെ അവസാന പോയിന്റിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ പയ്യൻ വന്നേക്കുന്ന ബൈക്കാണ്, അവന്റെ സ്വന്തം ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ നമ്പർ പ്ലേറ്റ് എടുത്ത് എറിഞ്ഞു കളയുന്ന ഒരു രംഗമാണ് സിനിമയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നതെന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ഇതേ ബൈക്ക് തന്നെ കണ്ടതിന്റെ പേരിലാണ്, അതായത് ഈ ബൈക്ക് കൂടി അവർ പോലീസ് സ്റ്റേഷനിൽ കണ്ടതിന്റെ പേരിലാണ് ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ ഷൺമുഖത്തിന് ഈ പോലീസ് സ്റ്റേഷനിൽ അവൻ വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു ചെറിയൊരു സ്പാർക്ക് കൂടി വന്നതെന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ കഥാപാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവം മനുഷ്യനാണെന്നൊരു കാര്യം പറയാൻ പറ്റും. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഈ സിനിമയുടെ ആ ഒരു അരുവി കടന്നു വരുന്ന സമയത്തും ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ ഈ കോൺസ്റ്റബിളിന്റെ പെങ്ങളെ, അതായത് ഫർഹാൻ ഫാസിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രമാണ്, ആളുടെ പെങ്ങളെ ഒരാള് പ്രേമിച്ചു. ആ സമയത്ത് അയാളുടെ അച്ഛൻ അവനെ കൊലപ്പെടുത്തി എന്നുള്ള രീതിക്കാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കഥ എല്ലാം മേടപ്പാണ്. അച്ഛനോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്കോ ഈ കൊലപാതകവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. പിന്നീട് ഇയാളുടെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇയാളുടെ മകളെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്ത് കൊലപ്പെടുത്തി പിന്നീട് അയാൾ തന്നെ ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന കഥകൾ തന്നെയാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് കാണിച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രെയിം ചെയ്തെടുത്ത കഥയുടെ ബാക്കി പത്രമാണ് നമുക്ക് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് കാണാൻ പറ്റുന്ന പോലെ തന്നെ ലാലേട്ടന്റെ മകളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള രീതിക്കുള്ളൊരു മറ്റൊരു കഥ കൂടി ഇയാൾ ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചതും. സിനിമയുടെ തുടക്കത്തിൽ ലാലേട്ടന്റെ കഥാപാത്രത്തിന് കാണിക്കുന്നത് ഒരു അംബാസിഡർ എന്ന് പറയുന്ന കാർ വെച്ചുകൊണ്ടാണ് കാണിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു കാറാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഉടുക്കവും എന്ന് പറയുന്നത് ഒരു കാറിനകത്ത് തന്നെയാണെന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് വില്ലന്മാരെ ആ കാറിനകത്ത് ഇട്ട് കൊന്നു തള്ളിക്കൊണ്ട് എങ്ങനെയാണോ അയാളുടെ മകനെ അവർ കൊന്നത് അതേപടി തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ക്രൂരമായിട്ടുള്ള രീതിക്ക് തന്നെ കൊന്നുകൊണ്ടാണ് ആ കാറിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ കാട്ടിലെ രാജാവ് പാമ്പാന്നുള്ളൊരു കാര്യം പാമ്പ് സ്വയം വിചാരിക്കുന്ന സമയത്തും അയാളുടെ കൂടെ കാട് മൊത്തം നിൽക്കുന്ന സമയത്തും കാട്ടിലെ യഥാർത്ഥ രാജാവ് എന്ന് പറയുന്നത് ആ കാട് ഭരിക്കുന്ന ഒറ്റക്കൊമ്പൻ തന്നെയാണ്. കാട്ടിലെ യഥാർത്ഥ രാജാവ് എന്നുള്ളൊരു കാര്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കൃത്യമായിട്ട് അങ്ങ് അവസാനിപ്പിക്കുന്നത്. ആനയുടെ കുടുംബത്തിന് തൊട്ട് കഴിഞ്ഞാൽ അവന് ഒരു ഒറ്റയാനായിട്ട് മാറും. അങ്ങനെ ഒറ്റയാനായി മാറിക്കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ വരുന്ന വൂൾഫായാലും ശരി പാമ്പായാലും ശരി എന്ത് തരം സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ ശത്രു ആണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം തീർത്ത് കളയുന്ന തരത്തിലുള്ള ശക്തരാണ് ഈ ഒരു ഒറ്റക്കൊമ്പൻ എന്നുള്ള രീതിക്ക് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ്. ഈ സിനിമയിൽ ഒരു ഡയലോഗ് കൂടി പറയുന്നുണ്ട്, ആരോഗ്യമുള്ള ഒരുത്തിനെ കെട്ടിത്തൂക്കുന്ന സമയത്ത് ചെറിയ ബഹളവും മറ്റൊക്കെ കാണുന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആരോഗ്യമുള്ള വളരെ ശക്തിയുള്ള ഒരു ഒറ്റക്കൊമ്പൻ തന്നെയാണ് മോഹൻലാലിന്റെ കഥാപാത്രം, ഈ വരുന്നൊരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് സിനിമ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എനിവേസ് വളരെ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ആൻഡ് ലാലേട്ടന്റെ ഓരോ സീനുകൾ നമ്മൾ എടുത്തു പറയേണ്ട കുറേ സീനുകളുണ്ട്. പ്രത്യേകിച്ച് ബാത്റൂം സീനാണെന്നുണ്ടെങ്കിലും അതുപോലെ ആ കാട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മരങ്ങൾ നിൽക്കുന്ന ഇടയിൽ വെച്ച് അയാളെ കരയുന്ന രംഗവും മറ്റൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവലാണ്. പ്രത്യേകിച്ച് ഫർഹാൻ ഫാസിലിന്റെ ആ ഒരു കൈ ഇങ്ങനെ ഒടിക്കുന്ന ഒരു രംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പല തവണകൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് ഇവൻ OTT കാണുന്ന സമയത്ത് പോലും ആ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ലാലേട്ടന്റെ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് കൂടിയുള്ള ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടർ ബ്രില്യൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് തുടരും എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോക്കുക. ഈ ഹിഡൻ ഡീറ്റെയിലൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് കണ്ടോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്പോസ് ആയി കിട്ടും, കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കുത്തമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.